തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കരസ്ഥമാക്കിയ UDF 2026-ൽ അധികാരം പിടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ രണ്ടും കൽപ്പിച്ച് ചില വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് കോൺഗ്രസ് ഒരുങ്ങുകയാണ്. അതിലൊന്ന് തഴയപ്പെട്ട് നിൽക്കുന്ന മുതിർന്ന നേതാക്കന്മാർക്ക് സീറ്റ് നൽകുന്നതിനെക്കുറിച്ചാണ്. VM സുധീരൻ, K സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ നേതാക്കളെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് പദ്ധതിയിടുന്നുവെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ജയിച്ചാൽ UDF അധികാരം പിടിച്ചാൽ ഈ പറയുന്ന നേതാക്കന്മാർ എല്ലാവരും തന്നെ മന്ത്രി കസേരയിലുമെത്തും. എന്നാൽ VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല അടങ്ങിയ മൂവർ സംഘത്തിനാണ് തെരഞ്ഞെടുപ്പ് ചുമതല. ഏറെക്കാലം കോൺഗ്രസിനെ നയിച്ച നേതാക്കന്മാരെ ഇനിയും അവതരിപ്പിച്ചാൽ അത് ജനങ്ങളിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന ഭയവും നേതാക്കൾക്കുണ്ട്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നാലെ K സുധാകരന് KPCC നേതാക്കൾ നൽകിയ വാക്കാണ് നിയമസഭയിലേക്ക് ഒരു സീറ്റും, ജയിച്ചാൽ മന്ത്രിസ്ഥാനവും. ആ വാക്ക് കോൺഗ്രസ് പാലിക്കുമ്പോൾ കണ്ണൂർ ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പും ഉറപ്പാണെന്ന് പറയേണ്ടി വരും. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തൃശൂരിൽ VM സുധീരൻ, കണ്ണൂരിൽ K സുധാകരൻ, നാദാപുരത്തോ പേരാമ്പ്രയിലോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിങ്ങനെയാണ് സാധ്യതകൾ. ഇതിനു പുറമെ സിനിമാ താരങ്ങളടക്കമുള്ള സർപ്രൈസ് സ്ഥാനാർത്ഥികളെയും പരിഗണിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ച് ജനുവരി മധ്യത്തോടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ തവണ LDFന് തുടർഭരണം ലഭിച്ചതിനാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഹൈക്കമാൻഡിന്റെ പൂർണ്ണമായ നിരീക്ഷണത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നത്. നേരത്തെ തന്നെ കേരളത്തിലെ ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷി ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. AICCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയും ഉടൻ രൂപീകരിക്കും. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നാക്കം പോയ തിരുവനന്തപുരം, കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ പ്രത്യേക ചുമതലകൾ നൽകി നേതാക്കന്മാരെ വിന്യസിക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം, ഇടുക്കി ജില്ലകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട്. ഈ ജില്ലകളിൽ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ലഭിച്ചിരുന്നു. അതിന് അറുതി വരുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലകളിൽ കോൺഗ്രസ് മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതോടെയാണ് UDF ക്യാമ്പ് ഉണർന്നത്. പിന്നാലെ മുതിർന്ന നേതാക്കന്മാരെ കളത്തിലിറക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത പരാജയത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്താനുള്ള തന്ത്രങ്ങൾ CPIM-ഉം മെനയുന്നുണ്ട്. വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലെല്ലാം ശക്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തി മത്സരം ശക്തമാക്കാനാണ് CPIM നീക്കം നടത്തുന്നത്. ഘടകകക്ഷികളായ NCP, കോൺഗ്രസ് S എന്നിവർ മത്സരിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂർ, കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ നിയമസഭാ മണ്ഡലങ്ങൾ ഏറ്റെടുക്കാനുള്ള ആലോചനകളും പാർട്ടിക്കകത്തുണ്ട്. ഏലത്തൂർ മണ്ഡലം നിലവിൽ വന്ന 2011-ലെ തെരഞ്ഞെടുപ്പ് മുതൽ ഇവിടെ വിജയിച്ചു വരുന്നത് NCP ശരത് പവാർ വിഭാഗത്തിന്റെ AK ശശീന്ദ്രനാണ്. CPIM നേതാക്കളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ശശീന്ദ്രന് ശക്തി കേന്ദ്രത്തിൽ തന്നെ കഴിഞ്ഞ 3 ടൈമിലും CPIM സീറ്റ് അനുവദിക്കുകയായിരുന്നു. എലത്തൂർ സീറ്റ് ഏറ്റെടുക്കണമെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ CPIM-ൽ അഭിപ്രായം ഉയർന്നിരുന്നു. എന്നാൽ AK ശശീന്ദ്രന് മൂന്നാമതും CPIM അവസരം നൽകി. നിലവിൽ വനം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്ന AK ശശീന്ദ്രന് എലത്തൂരിൽ വീണ്ടും ഒരു അവസരം നൽകേണ്ടതില്ലെന്ന ആലോചനയിലാണ് CPIM നിൽക്കുന്നത്. എലത്തൂർ ഏറ്റെടുത്താൽ DYFE സംസ്ഥാന പ്രസിഡന്റ് V വസീഫിനെ CPIM പരിഗണിച്ചേക്കും. കോൺഗ്രസ് വിട്ടെത്തിയ നിലവിലെ ഒഡെപെക് ചെയർമാൻ KP അനിൽകുമാറിനെയും ഇവിടെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് S നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രൻ 2 തവണ തുടർച്ചയായി മത്സരിച്ച കണ്ണൂർ നിയമസഭാ മണ്ഡലം ഇത്തവണ ഏറ്റെടുക്കാനാണ് CPM തീരുമാനിച്ചത്. കഴിഞ്ഞ 2 തവണയും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ കടന്നപ്പള്ളി അട്ടിമറി വിജയം നേടിയിരുന്നു. പ്രായാധിക്യം പരിഗണിച്ചാണ് ഇത്തവണ കടന്നപ്പള്ളിയിൽ നിന്നും CPM മണ്ഡലം ഏറ്റെടുക്കുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത്.